ഹേയ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ പ്രോയുടെ ഒരു ലോങ് ടേം റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു 5 വർഷം ആയി ഈ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. 3 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരിട്ടില്ല. അതിന് കുറെ ഒരു 5 വർഷം കറക്റ്റായിട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കംപ്ലൈന്റുകൾ വരാൻ തുടങ്ങി. ആദ്യം മറ്റേ നമ്മള് ഈ സാധനം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യരുത്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മദർ ബോർഡ് അടിച്ചു പോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതെ കൊണ്ടു നടക്കണം. ഞാനങ്ങനെ അപ്ഡേറ്റ് ചെയ്യാതാണ് സംഭവം കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും 5 വർഷം ഓടിയത്. മിനിങ്ങാന്ന് എന്റെ ഫോണ് അടിച്ചുപോയി. അടിച്ചുപോയെന്ന് വെച്ചാല് ഡെഡ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഡെഡ് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പൈസ കൊടുത്ത് റിപ്പയർ ചെയ്യിപ്പിക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഇതുപോലെ പണി കിട്ടിയാണ്. പണി കിട്ടിയപ്പോൾ നമ്മൾ 1500 രൂപ കൊടുത്തുന്ന റിപ്പയർ ചെയ്യിപ്പിച്ചാണ്. ഇപ്പം വീണ്ടും അതിന് CPU-ന്റെ ചെറിയ കംപ്ലൈന്റ് 2000 രൂപ കൊടുത്ത് വീണ്ടും അത് നന്നാക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനേക്കാളും നല്ല പുതിയൊരു ഫോൺ എടുക്കുന്നതാണല്ലോ. അങ്ങനെ കുഴപ്പമില്ല ഫോൺ കേട്ടോ. കിടിലൻ ക്യാമറയാണ്. നമുക്ക് HD-യിൽ ഫോട്ടോ എടുക്കാം. പിന്നെ അങ്ങനെ ഫോട്ടോയോ വീഡിയോയോ എല്ലാം നമുക്ക് നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ ഈ ഫോണിൽ കിട്ടുന്നതാണ്. അന്നേരം എനിക്കാണേൽ ആദ്യം യൂട്യൂബ് എല്ലാം തുടങ്ങിയത് ഞാൻ ഈ ഫോണിൽ നിന്നായിരുന്നു. അന്നേരം അതിന്റെ ഒരു വിഷമമുണ്ട് ഈ സാധനം പോയപ്പം. ഈ സാധനം ഇതിനകത്ത് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ സ്പീക്കർ ഉണ്ട്. 2 സൈഡിൽ നമുക്ക് സ്പീക്കർ ഇതിനകത്ത് വരുന്നതാണ്. അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ സാധനം ഇപ്പൊ ഓൺ ആവുന്ന അവസ്ഥയിലല്ല. എന്റെ CPU കംപ്ലൈന്റ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ പോക്കോ ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഈ സാധനം നല്ല കിടിലൻ നമുക്ക് എടുക്കാൻ പറ്റിയ പ്രൈസ് റേഞ്ചിൽ പറ്റിയ ഒരു ഫോണായിരുന്നു. ഏകദേശം ഒരു 11000 രൂപയ്ക്കാണ് ഈ ഫോണ് അന്ന് അവൈലബിൾ ആയിരുന്നത്. അന്നേരം നമ്മുടെ റിവ്യൂസും എല്ലാം കണ്ടിട്ടാണ് ഫോൺ വാങ്ങിക്കുന്നത്. പക്ക ഗെയിമിംഗ് ഫോൺ എന്നാണ് എല്ലാരും പറഞ്ഞത്. അങ്ങനെ ഗെയിമിംഗ് ഫോണ് നമ്മൾ വാങ്ങിച്ചു. റിവ്യൂ എല്ലാം അടിപൊളി റിവ്യൂസ് ഒക്കെ ആയിരുന്നു യൂട്യൂബിൽ കിടന്നിരുന്നത്. നമ്മൾ അതനുസരിച്ചാണ് ഓർഡർ ചെയ്ത സാധനം വന്നു. ആ സാധനം വന്ന് നമ്മളെ ശരിക്കും ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു. അന്നേരം ആളിന് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് എടുത്തു. വേറെ ആരുമില്ല കേട്ടോ, എന്റെ അച്ഛൻ തന്നെയാണ്. അങ്ങനെ ഫോണ് നമുക്ക് അങ്ങ് കിട്ടി. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഫോൺ ആദ്യമായിട്ട് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിലോട്ട് കിടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ കോളേജില് 3 വർഷം ഞാൻ കൊണ്ടുപോയി. ഒരു കുഴപ്പമില്ല. ഫോട്ടോ വീഡിയോ എല്ലാം കിടിലനായിട്ട് എടുക്കാനായിരുന്നു പറ്റിയിരുന്നത്. കഴിഞ്ഞ ഓണത്തിന്റെ ഒക്കെ വീഡിയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫോണിൽ നിന്നൊക്കെയാണ് എടുത്തത്. നല്ല കിടിലൻ ഔട്ട്പുട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞിട്ട് 1 വർഷം അല്ലാതെ ഉപയോഗിച്ചു. 1 വർഷം വീട്ടിലുണ്ടായിരുന്നു ഞാൻ. ഈ ഫോണ് ഉപയോഗിക്കാൻ തന്നെ 5 വർഷം കൊണ്ട് നന്നായിട്ട് ഞാൻ ഈ ഫോൺ കൊണ്ടു നടന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ പോയപ്പോ ഒരു ദിവസം പെട്ടെന്ന് സ്ക്രീന് ഒരുമാതിരിയായി, ബൂട്ടപ്പൊക്കെ ആയി. അവസാനം ഒരു വൈറ്റ് സ്ക്രീൻ വന്നു. അല്ല, നമ്മൾ ഈ അപ്ഡേഷൻ ചെയ്യുമ്പോൾ മദർ ബോർഡ് അടിച്ചുപോയി അങ്ങനെ ഡെഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. സംഭവം റിപ്പയർ ചെയ്ത സാധനം വർക്കിംഗ് ആണ്. പക്ഷെ എത്ര നാൾ അത് ഓടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ ചാനലിൽ ഇപ്പം പുതിയ വീഡിയോസ് ഇറക്കാത്തത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, കണ്ടന്റ് കിട്ടാത്തതൊന്നും അല്ല വിഷയം. നമുക്ക് ഇതുപോലെ ഫോണിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഫോണ് ഇനിയും വേറെ ഞാൻ നോക്കുന്നുണ്ട്. അന്നേരം അത് ഉടനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടിലനായിട്ടുള്ള വീഡിയോസ് വീണ്ടും ചെയ്യാവുന്നതാണ്. ഇത് നല്ല അടിപൊളി ഫോണാണ്. ഓൾറൗണ്ടഡ് ഒരു അടിപൊളി ഫോണായിരുന്നു. ഇപ്പോഴത്തെ എല്ലാവരും വാങ്ങിക്കുമായിരുന്നു ഈ ഫോണ്. അത് കഴിഞ്ഞിട്ട് അവർ ഈ മോഡലിനെ നിർത്തി. എന്നാ കാര്യമെന്ന് അവർക്ക് ലാഭം കിട്ടുന്നില്ല, എന്താ കാര്യമെന്ന് നമുക്കറിയത്തില്ല. ഈ സംഭവം തന്നെ നിർത്തി.
സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു വീഡിയോ, പക്ഷെ എന്തോ സാഹചര്യം കൊണ്ട് നമുക്ക് ഇന്നലെ എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമ്മള് ഇന്നങ്ങ് എടുക്കുകയാണ്. വെളിയിലൊക്കെയാണ് നല്ല മുട്ട മഴയാ, അതാണ് വേറെ രസം. അങ്ങനെ ഈ ലോങ് ടേം റിവ്യൂ പറയാനാണ് നമ്മളെ ഈ വീഡിയോയിൽ വന്നത്. പിന്നെ ഈ നിങ്ങളെ ഒരു എഡിറ്റിംഗ് ആയിക്കോട്ടെ, ഒരു യൂട്യൂബ് ചാനൽ ഞാൻ എന്തോ കുന്തമാണേലും ഈ ഫോണിനകത്തെല്ലാം പറ്റും. അതാണ് ഇതിനെ വേറൊരു ഹൈലൈറ്റ്. ഞാനാണ് ഇതിനകത്ത് എഡിറ്റിങ്ങും പരിപാടിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ഫോൺ കുഴപ്പമില്ല. 128 GB ഈ ഫോണ്, 8 GB റാം, 128 GB ഈ ഫോൺ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, നല്ല ഡീസന്റ് ആയിരുന്നു. ആൻഡ്രോയിഡ് 11 ഈ ഫോൺ വന്നുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്യാതെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നു ഒരു 5 വർഷത്തേക്ക്. പിന്നെ വേറെ അല്ല, ഇതിന് ആൻഡ്രോയിഡ് 12 കയറി കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് 11 തന്നെ ഓടിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു, നല്ല കിടിലൻ സൗണ്ട് ആയിരുന്നു ഇതിന്. സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നു, 2 സൈഡിൽ നിന്ന് ശബ്ദം വരുന്ന സാധനമായിരുന്നു. കൊള്ളാം, നല്ല ഡീസന്റ് സംഭവം. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത ചാർജിങ്. ഒരു ചില സമയത്ത് 1 മണിക്കൂർ കൊണ്ട് ചാർജ് ആകും, ചില സമയത്ത് 1/2 മണിക്കൂർ കൊണ്ട്. ഇപ്പൊ നമ്മള് 30% ചാർജ് ചെയ്യണം, 1/2 മണിക്കൂർ മതി. അതൊക്കെയായിരുന്നു ഈ ഫോണിന്റെ മെയിൻ പ്രത്യേകത. പിന്നെ ഫോണ് നല്ല സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റും എല്ലാം ആണ് വന്നുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, നല്ല ഡീസന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഫോണിന്റെ പ്രത്യേകത. അങ്ങനെ ഈ ഫോൺ കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ നിന്ന് ഡെഡായി. അതുകൊണ്ട് ഒരു ചെറിയ വിഷമം. അല്ല, ഇത്ര നാള് കൊണ്ടു നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതായി പോകുമ്പോ ഒരു ഇത് വരും. പിന്നെ ഫസ്റ്റ് ഫോണും കൂടെ ആയിപ്പോയി. ഞാന് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എല്ലാം ഈ ഫോണിൽ നിന്നായിരുന്നു. ചെറിയൊരു വിഷമമുണ്ട്. ഇനി അടുത്ത ഫോൺ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടന്റ് വീണ്ടും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാന്. പിന്നെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.